ഹായ് ഫ്രണ്ട്സ്, അബേരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേയിലെ വ്ളോഗാണ്. അപ്പോൾ സൺഡേ രാവിലെ നമ്മൾ തലേന്ന് ഗ്രീൻ പീസ് വെള്ളത്തിട്ടായിരുന്നു. അപ്പോൾ അത് കുക്കറിലൊക്കെ അടിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പാലപ്പമാണ് കേട്ടോ, പാലപ്പവും ഗ്രീൻ പീസ് കറി ആക്കാമെന്ന് വിചാരിച്ചേ. എല്ലാ സൺഡേയും രാവിലെ ഇതുവരെ മാവ് തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാകുമ്പോൾ രാവിലെ എളുപ്പമാണല്ലോ. കൊച്ചിന് 8:30 പള്ളിയിൽ പോകണം. വേദപാഠത്തിന് നേരത്തെ അവർക്ക് 8:30 പള്ളിയിൽ പോകണം. പിന്നെ 9 മണിക്കാണ് കുർബാന. അപ്പോൾ വേദപാഠം കുർബാനയ്ക്ക് ശേഷമാണെങ്കിലും അവർക്ക് അസംബ്ലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കുർബാനയ്ക്കും ഒരു അരമണിക്കൂർ അവർക്ക് ഒരു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 8:30 ആകുമ്പോഴേക്ക് അബിക്ക് പോകേണ്ടതുകൊണ്ട് പിന്നെ രാവിലെ എണീക്കാനും മടി ഉണ്ടാവുമല്ലോ, കാരണം സൺഡേ ആകുമ്പം ഇത്തിരി കിടന്നുറങ്ങും. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും അരി അരച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങ അരക്കാത്ത പാലപ്പമാണ് കേട്ടോ, ചോറും അവലും മാത്രമേ അരച്ചിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി കറി വെക്കുന്നുണ്ട്, ഞാൻ അപ്പം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരോടെയാണ് ഞങ്ങൾ കുക്കിങ്ങിന് കയറുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ അപ്പം വട്ടം കറക്കാൻ നോക്കിയപ്പം ചീരച്ചട്ടി കൊണ്ടിട്ട് എൻ്റെ കൈയൊന്ന് പൊള്ളി കേട്ടോ. അപ്പോൾ ഞാൻ അപ്പം തന്നെ മമ്മി ഇവിടെ ഒരു സൂത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തേക്കിൻ്റെ ഇലയുടെ കിളിർത്ത ഇലയും പിന്നെ വെളിച്ചെണ്ണ ഞങ്ങളിട്ട് തിളപ്പിച്ചൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് തേക്കണത്. ആ പൊള്ളി അപ്പം തന്നെ അതങ്ങ് ആ എണ്ണയും തേക്കുമെന്നുണ്ടെങ്കിൽ പൊള്ളി വരുത്തതുമില്ല, ആ ഒരു പാടുപോലും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ അതങ്ങ് തേച്ചേ. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കാണാം ടിമി അവിടെ സിറ്റോട്ട് കിടക്കണേ. ഞാൻ ഇട്ട പേരാണ് കേട്ടോ, അത് ആൺപൂച്ചയാണ് കേട്ടോ. അപ്പോൾ അത് അഭിമോളെ ക്ലാസ്സർക്കാണ് ഇന്ന് കാഴ്ചവെപ്പ്. അപ്പം പൂക്കൾ കൊണ്ടുപോകണം. മഴയൊക്കെ ആയിരുന്നുകൊണ്ട് പൂക്കൾ കുറവാണ്, എന്നാലും ഉള്ള പൂക്കളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ കാണാൻ എന്നാണെങ്കിൽ സൂക്ഷം പോലെ ഒരു റോസപ്പും വിരിഞ്ഞു പോകണം കേട്ടോ. അപ്പോൾ റോസാപ്പൂവും അങ്ങനെ കുറച്ച് പൂക്കളൊക്കെ ആയിട്ട് കൊടുത്തു വിട്ടു കേട്ടോ. അപ്പോൾ രാവിലെ നല്ല മഴക്കാറുണ്ട് കേട്ടോ, ഇടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ട്, ഇടയ്ക്ക് മഴക്കാറുണ്ട്. അപ്പോൾ ഈ പൂ നമ്മുടെ വീടിൻ്റെ പുറത്ത് മതിലിൻ്റെ സൈഡിൽ നിൽക്കുന്ന ഞാൻ നിരത്ത് നട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയായി കാണാട്ടെ. ഈ വെള്ളപ്പൂക്കൾ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനാണല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നിരന്ന് നിൽപ്പുണ്ട് വെള്ള കളർ പൂക്കൾ. ഞങ്ങൾ എപ്പോൾ പുറത്ത് ആരിറങ്ങിയാലും അന്നിങ്ങനെ മുട്ടിരുമ്പ് നിൽക്കുവേ. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പം എൻ്റെ പുറകെ ഇറങ്ങി പോകുന്നതാണേ. എന്നിട്ട് മുട്ടിരുമ്പ് നിൽക്കുക കേട്ടോ. എവിടുന്നോ വന്നു, പക്ഷെ വന്നാൽ നിൽക്കുന്നത് ഇപ്പോൾ ഇവിടെയാണെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആളായി മാറി. അപ്പം ഞാനൊരു പേരും ഇട്ടേക്കാമെന്ന് വിചാരിച്ച്. പട്ടിയുടെ പേര് ടോമിൻ തന്നെ. അപ്പോൾ ടോമിക്ക് മാച്ചായിട്ടുള്ള പേര് കണ്ടുപിടിച്ച് ടിമിന്ന് ഇട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള പൂക്കളൊക്കെ പൊട്ടിച്ച് കൊണ്ട് അവൾക്ക് കൊടുത്തിടാൻ വേണ്ടി എടുത്ത് വെച്ചേട്ടോ. അങ്ങനെ അപ്പവും കറിയൊക്കെ കഴിഞ്ഞു. ഇനി ചായയാണ് കേട്ടോ. അപ്പോൾ ചായ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കുറേ പ്രാവശ്യം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കുവേ. അപ്പോൾ ഞാൻ പണ്ട് എവിടെ ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ ചായ കൂടുതൽ അങ്ങോട്ടും അടിക്കുമ്പോഴേക്കും അതിന് ടേസ്റ്റ് കൂടുന്നത്, ചായക്ക് ചായയുടെ ടേസ്റ്റ് കൂടുന്നു. അപ്പം അല്ലെങ്കിൽ ഞാനിങ്ങനെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കടിക്കും കേട്ടോ. ഇവിടെ ചായ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ അധികം വരും, ചിലപ്പം തികയില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ഒരു കുടിക്കില്ലെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചുണ്ടാക്കും. അപ്പോൾ അവർക്ക് വേണം. അപ്പം ഞാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കുമ്പം ചിലപ്പോൾ അവർക്ക് വേണ്ടായിരിക്കും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ചായ ആയി. അപ്പോൾ ഇനി ബാക്കി ഒക്കെ ഒന്ന് ഒതുക്കി വൃത്തിയാക്കി വെച്ചിട്ട് വേണം ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേണം പള്ളിയിൽ പോകാനായിട്ട്. പാത്രങ്ങളൊക്കെ അപ്പോൾ തന്നെ കഴുകി വെച്ചു, അതൊക്കെ ഒന്ന് പറക്കി വെച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അതുവരേക്കും ബൈ ബൈ.